ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സപ്പിലും ഞാൻ ഈ ഒരു കേക്ക് സ്റ്റാറ്റസ് ഇട്ട ടൈമിലൊക്കെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡെക്കറേഷൻ കാണിക്കുമ്പോൾ ഏത് നോസിൽ വെച്ചിട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സെയിം ഈ ഒരു നോസിൽ വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു ഡെക്കറേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പഴയ ആളുകളാണെങ്കിൽ അത് കണ്ടിട്ടുണ്ടാകും. പുതിയ വന്നിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനാണ് ഞാൻ പറയുന്നത്, ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ ഇടാത്ത ഒരുപാട് ഡെക്കറേഷൻസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ആ ഒരു കേക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞു സബ്സ്ക്രൈബർ, നമ്മൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സബ്സ്ക്രൈബറാണ് റുദിന. അപ്പോൾ റുദിനയുടെ പേരൊന്ന് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടായിരുന്നു കേട്ടോ റുദിനയുടെ പേര് പറയാൻ പറ്റാതിരുന്നിട്ടുണ്ടെന്ന്. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ പുതിയത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റുദിന കുട്ടി ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി വിഷമിക്കേണ്ട, ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല, തിരിച്ച് റിപ്ലൈ തന്നിട്ടില്ല എന്ന് കരുതരുത്. അപ്പോൾ ഇനി കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമുക്ക് കളർ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്യൂഷിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ മിക്സ് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്, അത് എത്ര ഡ്രോപ്പ് എടുക്കണം എന്ന്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന ക്രീമിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഞാൻ ഒരു ഡ്രോപ്പാണ് എടുക്കണമെങ്കിൽ ഞാൻ അത് അത്രയും ക്രീം ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ഡ്രോപ്പൊക്കെ ഇട്ടിക്കേണ്ടി വരും. അപ്പം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുത്തിട്ട് നോക്കുക നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ കൂടുതൽ കളറാക്കുന്ന ടൈമിൽ നോക്കണം, ക്രീമിൽ കയ്പ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ എടുത്തിട്ടുള്ള ഈ ഒരു നോസിൽ, ഇത് നമ്മളെ സൺഫ്ലവർ നോസിലാണ് കേട്ടോ. noor18 ആണ് നമ്പർ. അപ്പോൾ ഇതാ noor15 ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതാ നല്ല ഫുൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 kgയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മളെ കയ്യിലുള്ള ഒരു നോസിൽ, നമ്മൾക്കൊരു റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേക്കിൽ നമുക്ക് എവിടേക്കാണോ ഫ്ലവർ വരക്കേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക. പിന്നെ ഞാൻ ഈ സെയിം ഡെക്കറേഷനാണ് നമ്മൾ റോസിൻ്റെ നെയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ കേക്കിൽ ഡയറക്റ്റ് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇത് നമുക്ക് നെയിലിൽ, നമുക്ക് റോസ് നമ്മൾ വരക്കില്ല അതേപോലെ നെയിലിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇത് ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബാക്കിലോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനായിട്ട് ക്രീം എടുക്കുന്ന ടൈമിൽ ഒരുപാട് നല്ല സ്റ്റിഫായ ക്രീം എടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ കഷ്ണം മുറിഞ്ഞിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ വിട്ടിട്ട് വരും. അപ്പോൾ കുറച്ചൊരു ലൂസ് ഉള്ളത് എടുക്കണം, അപ്പോഴാണ് ഇതുപോലെ വരുള്ളൂ. പിന്നെ ഒരുപാട് ലൂസ് ആയാലും പ്രശ്നമാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കൈയിൻ്റെ ചൂട് തട്ടിയിട്ട് തന്നെ നമ്മൾ ക്രീം പെട്ടെന്ന് ലൂസാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ബാക്കിലോട്ട് വലിച്ചു കൊടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കേക്കിൽ ഫുള്ളായിട്ട് ഡെക്കറേഷൻ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ നമ്മളൊക്കെ 1/2 kgയുടെ കേക്കൊക്കെ ആകുമ്പോൾ ഫുള്ളൊരു സൂര്യകാന്തി വിരിഞ്ഞ് നിൽക്കുന്ന ആ ലുക്കിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതി ഇതൊന്നും വലിയ കാര്യമല്ല എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് ഇത് ഫോട്ടോസ് കാണുമ്പോൾ ഇതെങ്ങനെ വരച്ചു, ഏത് നോസിലാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നോസിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. വാട്സപ്പിലാണെങ്കിൽ ഞാനത് അയച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ ഫോട്ടോസ്. പിന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ നമ്പറൊന്നും 150 ഇങ്ങനെ നമ്പറൊന്നും പറയാതെ തന്നെ നമുക്ക് ഷോപ്പിൽ പോകുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നമ്മളെ സൺഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു റാ പോലെ വളഞ്ഞിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഷേപ്പൊക്കെ കാണുമ്പം അങ്ങനെ വാങ്ങിയാൽ മതി. അല്ലാതെ ഇപ്പോഴത്തെ നോസിലൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്പറൊന്നും വരണുണ്ട്. ഇതൊക്കെ മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നാണ് ഇങ്ങനെ നമ്പറൊക്കെ ആയിട്ട്. ഇപ്പം നമ്പറൊന്നും ഇല്ല നോസിലിനൊന്നും. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പം അതുപോലത്തെ നോസിൽ വാങ്ങുക.
ഇനി വന്നിട്ട് ഞാൻ കമൻസിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ആർക്കെങ്കിലും റിപ്ലൈ തരാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് താഴെ ആ കമൻസിൻ്റെ താഴെ നോക്കിയാൽ മതി. ചിലപ്പം ഒരേ ചോദ്യമായിരിക്കും എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിതിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വേണമല്ലോ റിപ്ലൈ തരാനായിട്ട്. അപ്പം ഞാൻ അതിനായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുള്ള റിപ്ലൈ ആണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ താഴെ ജസ്റ്റ് നിങ്ങൾക്കുള്ള ഡൗട്ട് താഴെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അവിടെ റിപ്ലൈ കാണും. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയണതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, കുറേ ഐഡിയാസ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡെയിലി വീഡിയോ ഇടാനൊക്കെ പറയുന്നുണ്ട്. ഇൻഷാല്ല ഞാൻ ശ്രമിക്കാം. പക്ഷേ ഡെയിലി വീഡിയോ ഇടാന്നൊക്കെ പറയുമ്പോൾ ഡെയിലി നമ്മൾ അത് വീഡിയോ ഷൂട്ട് ചെയ്യും വേണമല്ലോ. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യും, അത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ 1-2 ദിവസങ്ങൾ ഇടവിട്ടിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്നതും കൂടി നോക്കണം കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറയുമല്ലോ, ഈ ഡെക്കറേഷൻ ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അത്ര കണ്ട് പെർഫെക്റ്റ് ആവില്ല. ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് കൂളായിട്ട് തന്നെ വരക്കാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര കണ്ട് വൃത്തിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി വന്നിട്ട് നമ്മൾക്ക് ഇത് മുകളിൽ ചെയ്ത സെയിം ആ ഒരു ഫ്ലവർ നമുക്ക് കേക്കിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാം. അപ്പോൾ സൈഡിൽ കൊടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും കേട്ടോ. നമുക്ക് കൈ ഇങ്ങനെ ചെരിച്ചൊക്കെ പിടിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഫ്ലവർ വരച്ചതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ആ ഒരു പൂമ്പൊടി ഉണ്ടല്ലോ, അത് വരക്കാനായിട്ട് ഞാനിവിടെ മാജിക് കളേഴ്സിൽ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലാക്കിൽ നമ്മൾ വൈറ്റ് ക്രീമിലേക്ക് ഒരു 2 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഹാഷ് കളറായിട്ടാണ് കിട്ടൽ, ഫുൾ ബ്ലാക്ക് ആയിട്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് വേണമെങ്കിൽ നടുവിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മളെ വർക്ക്. നമുക്കിനി പേരൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത് സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന നേരത്തെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ള മറ്റു ഫോട്ടോസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാൻ. പിന്നെ നമ്മളെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.